ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഗാസയ്ക്ക് ഇസ്രായേൽ എയ്ഡ് കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഉടനീളം ഉയർന്നു വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഗാസയ്ക്ക് ഇസ്രായേൽ എയ്ഡ് കൊടുക്കാത്തതല്ല, ഗസയിലുള്ള ജനങ്ങൾക്ക് ഇസ്രായേലാണ് ഏറ്റവും കൂടുതൽ എയ്ഡ് സപ്ലൈ ചെയ്യുന്നത്. അതിലുപരിയായിട്ട് ഇസ്രായേലിനൊരു നിർബന്ധമുണ്ട്, ഈ എയ്ഡ് സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഈ എയ്ഡ് കൊടുക്കുന്ന ഈ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ ഗാസയിലെ ജനങ്ങൾക്ക് പോയി എത്തിച്ചേരണം എന്നുള്ള നിർബന്ധവും ഇസ്രായേലിനാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഇത് ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുതിയ അമേരിക്കയുമായിട്ട് ചേർന്നുള്ള GHF എന്ന് പറയുന്ന സംഘടനയൊക്കെ ഉള്ളിൽ കൊണ്ടുവന്ന് എയ്ഡ് സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഗാസയ്ക്കുള്ളിൽ എയ്ഡ് സപ്ലൈ കൊടുത്തിട്ട് ആ ജനങ്ങൾ മൊത്തം ആ എയ്ഡ് ഡയറക്റ്റായിട്ട് റിസീവ് ചെയ്തിട്ട് ഈ കൈകൊണ്ട് താങ്ക് യു കാണിക്കുന്ന ഒരു സിമ്പിളാണ് അവിടെ നിങ്ങൾ കാണാൻ കഴിഞ്ഞത്. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് ഈ എയ്ഡ് കിട്ടുന്നത്, ഫ്രീ ആയിട്ടാണ് ഈ എയ്ഡ് കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വീണിട്ട് ഹമാസ്, ഇപ്പം നിങ്ങൾ കാണുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഹമാസ് ഈ എയ്ഡ് ട്രക്കുകൾ കടത്തിക്കൊണ്ടു പോകുന്നതും അതിനെ തടയാൻ വേണ്ടിയിട്ട് ഈ പൊതുജനങ്ങൾ ഇവിടെ നിന്ന് കല്ലെടുത്തെറിയുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇസ്രായേൽ വേറെ മേഖലകളിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയും ഇവിടെ 7 ട്രക്കുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഹമാസ് ഇടയിൽ കയറി ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സംഗതിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ പൊതുജനങ്ങൾ അവരുമായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഹമാസ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് പൈസ ഉണ്ടാക്കണം, റവന്യൂ ഉണ്ടാക്കണം. അപ്പോൾ ഈ പൊതുജനങ്ങൾ അവിടെ ജോലിയും കൂലി ഇല്ലാത്തവൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ ഒരു ഫ്രീ എയ്ഡ് പൈസ കൊടുത്ത് ഇവൻ ഈ എയ്ഡ് മേടിക്കാൻ പോകുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് കല്ലെടുത്തെറിഞ്ഞ് മത്സരിച്ച് പോരാടി പൊരുതി ഈ എയ്ഡ് ഹമാസിന്റെ കയ്യിൽ നിന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഇസ്രായേൽ എയ്ഡ് സപ്ലൈ ഇങ്ങനെ നടത്തുന്നത്. അപ്പം അതുകൊണ്ടാണ് കൺട്രോൾഡ് ഏരിയയിൽ എവിടെയൊക്കെ കൊണ്ട് സപ്ലൈ ചെയ്യണോ അത് കൃത്യമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഏരിയയിൽ കൊണ്ട് എയ്ഡ് സപ്ലൈ നടത്തുന്നത്. ഇത് നമ്പർ 1 മാറ്ററാണ്. ഇത് ആദ്യം മനസ്സിലാക്കിക്കോണം. ഇന്ന് നിങ്ങൾ കണ്ടല്ലോ, ആ എയ്ഡ് സപ്ലൈ ഫ്രീ ആയിട്ട് ഇസ്രായേൽ കൊണ്ട് കൊടുക്കുകയും ആ എയ്ഡ് അവിടെ എത്തിച്ചതിന് പകരമായിട്ട് അവർ നന്ദി സൂചകമായിട്ട് കൈ ഉയർത്തി വേവറിങ് കാണിക്കുന്ന ഒരു സൈനാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അല്ലാതെ IDF ഫോഴ്സ് ഒന്നും ഈ എയ്ഡ് കൊടുക്കുന്ന സ്ഥലത്ത് പോയി വെടിവെച്ചിട്ട് അവിടുത്തെ ആൾക്കാരെ കൊല്ലുന്ന ഏർപ്പാടൊന്നും IDF-നില്ല. IDF ടാർഗറ്റ് ചെയ്യും. ഏതെങ്കിലും തീവ്രവാദി അതിൻ്റെ ഉള്ളിലുണ്ട്, ഏതെങ്കിലും ഹമാസിൽ ഉൾപ്പെടുന്ന ആൾക്കാർ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ വെടിവെക്കാറുണ്ട്. അതിൻ്റെ കൊലാട്രൽ ഡാമേജ് ആയിട്ട് ചിലപ്പം അതിൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർക്ക്, ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അത് വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് IDF ഒരിക്കലും ഈ എയ്ഡ് സപ്ലൈ നടക്കുന്ന സ്ഥലത്ത് സിവിലിയൻസിന് നേരെ വെടിവെക്കാറില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ബദൂവിയൻ എന്ന് പറഞ്ഞ ആ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരെ മൊത്തത്തിൽ എല്ലാവരെയും പിറക്കിയെടുത്ത് ഈ ബസ്സിനകത്ത് വെച്ച് അവരെ ഈ സുവൈദ മേഖലയിൽ നിന്ന് പുറത്തോട്ട് കടത്തി വിടുന്ന രംഗമാണ്. ഈ ഒരുപാട് ഷട്ടിൽ ട്രിപ്പുകൾ അവർ ഇന്നലെ വൈകുന്നേരം വെച്ചാൽ ഇന്നലെ രാത്രി മുതലേ ഈ ബദൂവിയൻ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ ആരൊക്കെ സുവൈദയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നോ അവരെയൊക്കെ പിറക്കിയെടുത്ത് ബസ്സിനകത്ത് വെച്ച് ഇവർ ആ ബോർഡർ കടത്തി നിങ്ങളുടെ ടെറിട്ടറിയിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് ബദൂവിയൻ ടെറിട്ടറിയിലേക്ക് കടത്തി വിടുന്ന രംഗമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അതിലുപരിയായിട്ട് ഒരുപാട് ബദൂവിയൻ ഗോത്രത്തിലുള്ള ആൾക്കാരായാലും ശരി, ഇതുപോലെ ഈ ലോറിയായിട്ട് വന്ന് ഈ സുവൈദയിലേക്ക് ആക്രമണം നടത്താൻ പോയതിൽ കുറേ പേരെ ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഡ്രൂസ് ഫോഴ്സ് ഇവരെ പിടിച്ചു വെച്ചിട്ടുണ്ട് ക്യാപ്റ്റിവിറ്റിയിൽ. അപ്പോൾ അവരെയും കൂടെ രക്ഷപ്പെടുത്തി വിടാനാണ് ഈ ഒരു ബസ് ട്രിപ്പ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ കൂട്ടമായിട്ട് വന്ന ആൾക്കാർ കുറേ പേര് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെയും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരെയും ഇവരെയും തമ്മിൽ ഒരു പ്രിസണേഴ്സ് സ്വൈപ്പ് എന്നുള്ള രീതിയിൽ ഒരു പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു യുവാവ് മറ്റേ ആൾക്കൂട്ടത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. അതായത് ഈ ഒരു തീവ്ര ഇസ്ലാമിക നിലപാടുമായിട്ടുള്ള ഒരു തീവ്രവാദി തന്നെയാണ്. ആ തീവ്രവാദി ഇവൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇവൻ വന്നിരിക്കുന്ന സ്ഥലം കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ മേഖലയിൽ നിന്നാണ് ഇവൻ വന്നിരിക്കുന്നത്. അതായത് ഇപ്പം നിലവിൽ സിറിയയ്ക്കുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇതിനു മുമ്പ് സിറിയൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് റെഫ്യൂജികളായിട്ട് പല നാടുകളിലേക്ക് പോയ സിറിയക്കാരൊക്കെ ഇപ്പം മടങ്ങി വന്നിട്ടുണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇവരെ വിളിച്ചത് ഇസ്രായേലിലേക്ക് ഒരു യുദ്ധം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്. ടെൽ-അവീവിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് യുവമാരെല്ലാം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതാണ് ഇയാൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രിസണേഴ്സ് സ്വൈപ്പ്, അതായത് പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഇപ്പം ഇത്രയും നാൾ ഒരു 3-4 ദിവസമായിട്ട് ഇവരൊക്കെ മാറി വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കുറേ ആൾക്കാരെ അവർ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ അവരെല്ലാം തന്നെ ഇപ്പോൾ റിലീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഇപ്പോൾ ഈ സുവൈദയിൽ വന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആലിംഗനം ചെയ്യുന്ന ആ ഒരു ഫൂട്ടേജാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അതിനുശേഷം അൽ സുവൈദയിലുള്ള അവരുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത്
സിറിയൻ HTSുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിറിയൻ റെജീമുമായിട്ട് ബന്ധപ്പെട്ട ആരും തന്നെ ഒരു രീതിയിലുള്ള പോലീസ് സിസ്റ്റമോ സെക്യൂരിറ്റി സിസ്റ്റമോ സുവൈദയിലേക്ക് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സുവൈദയുടെ ഉള്ളിൽ ഒറ്റ മനുഷ്യന്മാർ, അതായത് ഈ ഒരു ജുലാനിയുമായിട്ട് ബന്ധപ്പെട്ട HTSുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്യൂരിറ്റി ഫോഴ്സും ഇപ്പം സുവൈദയ്ക്കുള്ളിലില്ല, ഫുൾ എംറ്റി ആണ്. അതുകൊണ്ട് തന്നെ റെഡ് ക്രോസ് തന്നെ അവർ സ്വമേധയായിട്ടാണ് ഈ വാഹനങ്ങളൊക്കെ റെഡ് ക്രോസിന്റെ ആൾക്കാർ തന്നെയാണ് കൊണ്ടുപോയി അവിടെ സപ്ലൈ ചെയ്യുന്നത്. അതായത് എയ്ഡ്, മെഡിക്കൽ എയ്ഡ്, ഫുഡ് എയ്ഡ് എല്ലാം തന്നെയാണ് ഇതിനകത്ത് സപ്ലൈ ആകുന്നത്. അപ്പോൾ ഒരു രീതിയിൽ സുവൈദ ബാക്ക് ടു നോർമൽ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇസ്രായേൽ വീണ്ടും ഒരു വൻ സംഭവം, അത് ഹൂത്തികളുടെ മേളിൽ അപ്രതീക്ഷിതമായിട്ട് ആക്രമണം. ഇവന്മാരെ തുടരെ മിസൈൽ ഇങ്ങനെ വിട്ടുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാൻ ഇസ്രായേൽ 12 ഡേയ്സ് ആ ഒരു യുദ്ധം കഴിഞ്ഞ പാട് തന്നെ തുടങ്ങിയതാണ് ഹൂത്തികളുടെ ഇളക്കം. അവന്മാരാണെങ്കിൽ അടിവേടിച്ചേ മതിയാവും എന്ന് പറഞ്ഞിട്ട് തുടരെ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ. ഇസ്രായേൽ അത് ഇന്റർസെപ്റ്റ് ചെയ്ത് മടുത്ത് ഇന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ പോയി ഹുദൈദ പോർട്ട്, ആ പോർട്ട് മൊത്തത്തിൽ അടിച്ച് പിറക്കിയും കളഞ്ഞിരിക്കുകയാണ്. ഈ ഹുദൈദ പോർട്ട് നമ്മൾ എപ്പോഴും പറയുമ്പോഴത്തേക്കും എന്താണ് അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ഹുദൈദ പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏരിയ ആണിത്. ഈ ഹുദൈദ എന്ന് പറഞ്ഞാൽ യമനിൽ ആ സൗദി ബോർഡർ തൊട്ട് ഇങ്ങോട്ട് നീണ്ടു കിടക്കുന്ന റെഡ് സീയുടെ ആ ഏരിയ വരെ ഫുൾ കവർ ചെയ്ത് കിടക്കുന്നതാണ് ഈ ഹുദൈദ പോർട്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഹുദൈദ പോർട്ട് നമ്മൾ പറയുന്നത്. ഈ ഹുദൈദ പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സ്പോട്ട് അല്ല അത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള അറ്റാക്കാണ് അവിടെ നടന്നത്. അവിടെ പോർട്ടിൽ നിർത്തിയിട്ടിരുന്ന ഷിപ്പ്, അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് മിസൈൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗോഡൌൺ, കംപ്ലീറ്റ് സാമഗ്രികളും അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അതിലുപരിയായിട്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം അവർ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഡ്രോൺ അറ്റാക്ക് ഒന്നുമില്ല, എയർ സ്ട്രൈക്ക് തന്നെയാണ് നടത്തിയത്. ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയിട്ടുള്ള അറ്റാക്ക് തന്നെയാണ് നടത്തിയത്. അതിൽ ഹുദൈദ പോർട്ടിലുള്ള മിലിറ്ററി ഏരിയാസും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ഓയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ മേളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. അതാണ് ഈ രീതിയിലുള്ള ഫ്ലെയിം, ഇത്രമാത്രം തീ ആളിപ്പിടിക്കാനുള്ള ഒരു കാരണമായിട്ടും പറയപ്പെടുന്നത്. ഇനി IDF പറഞ്ഞിരിക്കുന്നത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ ഈ ഒരു ആക്രമണം നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൂത്തികളെ സ്ട്രാറ്റജിക് ആയിട്ട് എവിടെയൊക്കെ അവർ ഡോമിനേറ്റ് ചെയ്യണം, എവിടെയൊക്കെ ആയുധങ്ങൾ ശേഖരിച്ച് വെക്കണം, ഏത് രീതിയിൽ അവർ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജിക്കലായിട്ട് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നോ അതെല്ലാം തന്നെ ഇസ്രായേൽ പോയി തച്ച് തകർക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പം ഹൂത്തികളുടെ മേളിൽ നിരന്തരമായിട്ട് ഇങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് പ്രിസൈസ് അറ്റാക്ക് നടത്തുന്ന കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോവാണ് ഇസ്രായേൽ. Currently attacking the Hodeidah port in Yemen. In the last hour, Israeli Air Force fighter jets struck Houthi infrastructure on the port, including fuel containers and vessels used by the terror group, as well as engineering vehicles that were being used to re-establish previously struck infrastructure. The Hodeidah port was notoriously used by the Houthis to receive weapons transfers from Iran, allowing the terror group to initiate attacks against Israel, the United States, and their allies. Defense Minister Katz reaffirmed his statement from earlier this month. The fate of Yemen will be the fate of Tehran. He continued with his statement promising further IDF activity and vowing to protect the people of Israel. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.